ഐറ്റുടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു ജൂബിലി പെരുന്നാൾ. അതായത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മുളന്തുരുത്തി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അവിടുത്തെ വലിയൊരു പെരുന്നാളാണ് മുളന്തുരുത്തി ജൂബിലി പെരുന്നാൾ. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കൂടി പെരുന്നാൾ കൂടാൻ ഇറങ്ങിയതാണ്. വൈകുന്നേരം സമയമാണ്, നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, അതുകൊണ്ട് ഇറങ്ങിയതാണ്. നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ബോളും ബലൂണും പാത്രങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ, കളർഫുള്ളാണ്. അതുപോലെ തിരക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ പള്ളിയിൽ പോയി നേർച്ച കിട്ടിയതിന് ശേഷം എവിടെയെങ്കിലും സൈഡിൽ നിന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രദക്ഷിണം വരുമ്പം ലൈവ് ഉണ്ട്. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അതിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റുകളും അതുപോലെ പുതിയ ന്യൂജൻ ടൈപ്പുള്ള ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കാര്യം കാണാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാ ആൾക്കാരും വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെണ്ടകൊട്ടും അതുപോലെ ശിങ്കാരിമേളവും എല്ലാം കാണാൻ നല്ല രസമാണ്. അതുപോലെ ഇവിടുത്തെ ഇലുമിനേഷൻ ആണെങ്കിലും ലൈറ്റുകൾ ഒക്കെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലൈവ് എങ്ങനെയാണെന്ന് നോക്കാം. ലൈവ് കഴിഞ്ഞ ശേഷം ഇവിടെ ഫ്യൂഷൻ ടൈപ്പ് ഗാനമേളയുണ്ട്. അതിൻ്റെയും ഹൈലൈറ്റ്സ് ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി നിങ്ങൾ കാണുന്നതാണ് ലൈവ് കളർഫുൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, വേറെ ഒരിടത്തും ഞാൻ ഇങ്ങനെ സംഭവമൊന്നും കണ്ടിട്ടില്ല. അത്രയും സൂപ്പറായിരുന്നു ഈ വർഷത്തെ ലൈവ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു മെഗാ ഷോ പോലെയാണ് വരുന്നതാണ് ആ ഒരു വലിയ വാനിൽ ലൈവ് പറഞ്ഞ പുതിയ രീതിയിലുള്ള എല്ലാ ടെക്നിക്കൽ സംഭവങ്ങളും അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു കുറച്ച് സ്പേസിലും കുറേ ടെക്നിക്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. തീയും അതുപോലെ തന്നെ പന്തവും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ എത്ര വാട്ട് സൗണ്ടാണെന്നറിയോ, നമ്മൾ അടുത്തുകൂടി പോകുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ, ഇടിക്കുന്ന ഇടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയാണ്.
തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, സൂചി കുത്താനിടയില്ല. ഇതുകൊണ്ട് മനുഷ്യൻ ജാകാറായി. എങ്കിലും ലൈവായിട്ട് നമ്മൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമലോത്ഭവ മാതാവിൻ്റെ ജൂബിലി പെരുന്നാളാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇത് യാക്കോബിക്സുകാരുടെയാണ് പള്ളി. എങ്കിലും ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടി ചേർന്നാണ് ഇവിടുത്തെ പെരുന്നാളുകളും അതുപോലെ ആഘോഷങ്ങളും എല്ലാം നടത്തുന്നത്. എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ആഘോഷങ്ങൾ വന്നാൽ മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസും എല്ലാം ഒരുപോലെയാണ് എല്ലാ ആഘോഷങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നൊരു ഫ്യൂഷനാണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ രീതിയിലുള്ള സംഗീത ഓർഗനും അതുപോലെ തന്നെ വയലിനും ഒക്കെ വെച്ചുള്ള ഒരു ലൈവ് പ്രോഗ്രാം വിത്ത് DJ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പുതിയ നൂജനായിട്ടുള്ള നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് നിന്ന് പാടുന്നു, ബാക്കിയുള്ള ആൾക്കാർ കേൾക്കുന്നു. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ കൂട്ടത്തിൽ പാടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഇനിയൊരു ലൈവും കൂടി വരുന്നുണ്ട്. അത് രണ്ടും രണ്ട് വെറൈറ്റി ആയിട്ട് രണ്ട് രീതിയിലാണ് അവർ ചെയ്യുന്നത്. അത് ഏതാണ്ട് ഞാൻ അന്വേഷിച്ച് പറയാൻ വേണ്ടി സാധിച്ചു, ഒരു 5 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ വരും എന്നാണ് അറിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി. രണ്ട് ലൈവ് വന്നപ്പോൾ തന്നെ ഏതാണ്ട് 12 മണിയായി. ഫാമിലിക്കും പിള്ളേർക്കും ഒക്കെ ഉറക്കം വന്നു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരുപാട് പരിപാടികൾ അവിടെ കാണാൻ വേണ്ടി നിന്നില്ല. കിട്ടിയതൊക്കെ എടുത്തിട്ട് അവിടുന്ന് നൈസായിട്ട് വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ രീതിയിൽ നടക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ പുതിയൊരു കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരെ ബിബിൻ ഗോയിങ് ടു സൈനിങ് ഔട്ട്.